ഇറാനുമായുള്ള യുദ്ധം തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ മുന്നോട്ട് വച്ച വെടിനിർത്തൽ നിർദ്ദേശം തനിക്ക് സ്വീകാര്യമല്ലെന്നും ട്രംപ് പറയുന്നു. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കാൻ കൂടുതൽ രാജ്യങ്ങൾ യുദ്ധക്കപ്പലുകൾ അയക്കുമെന്ന് വൈറ്റ് ഹൌസ്. ഇറാന് നേരെ ആക്രമണം ഒരു മാസം കൂടി തുടരണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. ഇറാനിൽ 15 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇതോടെ ആകെ മരണം 1444 MC നാസർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും സംഘർഷഭരിതമായ വാർത്തകൾ തന്നെയാണ് വരുന്നത് എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്. ഏത് രീതിയിൽ ഈ യുദ്ധം അവസാനിപ്പിക്കാമെന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിലും ഇറാൻ ഒരു ഘട്ടത്തിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനൊരു പരിഹാരം എന്ന രീതിയിൽ ഒരു പോസിബിലിറ്റി അവിടെ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അതുപോലും തള്ളിക്കൊണ്ട് യുദ്ധം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുമ്പോൾ പശ്ചിമേഷ്യ ഉടനെയെങ്ങും ശാന്തമാകില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ആക്രമണ പ്രത്യാക്രമണങ്ങൾ അത് കടുത്ത രീതിയിൽ തുടരുമ്പോൾ വലിയ ആശങ്കയിൽ തന്നെയാണ് ലോകം. പ്രത്യേകിച്ച് എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കുമ്പോൾ, അത് അമേരിക്കയാവട്ടെ ഇറാനിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ തിരിച്ച് എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ അമേരിക്കയുടേത് ആക്രമിക്കുമെന്ന് പറയുമ്പോൾ വലിയ ആശങ്ക ലോകവ്യാപകമായി നിലനിൽക്കുകയാണ്. ഒരു തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നില്ലേ നാസർ? ജെൽസി, ഈ രണ്ടാഴ്ച പിന്നിടുന്ന ഒരു ഘട്ടത്തിലും ആ അർത്ഥത്തിലുള്ള ഏതെങ്കിലും ഒരു മധ്യസ്ഥ നീക്കം നടക്കുന്നതായിട്ട് പ്രത്യക്ഷത്തിൽ യാതൊരു റിപ്പോർട്ടുമില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആയിരുന്നു ഏറ്റവും അവസാനമായിട്ട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമ്പുഷ്ടീകരിച്ച ഇറാന്റെ പക്കലുള്ള യുറേനിയം തങ്ങളുടെ രാജ്യത്തേക്ക്, റഷ്യയിലേക്ക് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇത് തനിക്ക് ഒട്ടും സ്വീകാര്യമല്ല എന്ന ഒരു നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഇറാനും സ്വമേധയാ ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് തന്നെ സമീപിച്ചിരുന്നതായും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായിട്ടുമാണ് ട്രംപിന്റെ അവകാശവാദം. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഒട്ടും തനിക്ക് തൃപ്തികരമല്ല എന്നുകൂടി ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യാക്രമണങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് സിവിലിയൻ കേന്ദ്രങ്ങളിലും എണ്ണ കേന്ദ്രങ്ങളിലേക്കുമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആക്രമണങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ഫഹാനിൽ ഒരു ഫാക്ടറിയിൽ ബോംബിട്ട് 15 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടെഹ്റാൻ ഉൾപ്പെടെ കുമ്മ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഇറാനിയൻ നഗരങ്ങളിലേക്കും ആക്രമണം വ്യാപിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ഒരു 1500 മുകളിലെത്തിയെന്ന് അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം 1000 കണക്കിന് വരുമെന്നും ഇറാൻ നേതൃത്വം തന്നെ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലെബനാനിലും ആക്രമണം വ്യാപിക്കുകയാണ്. 836 പേർ ഇതിനകം കൊല്ലപ്പെട്ടതായിട്ടാണ് ലെബനാനിൽ നിന്നുള്ള റിപ്പോർട്ട്. അപ്പം ഏറ്റവും സാധാരണ മനുഷ്യരാണ് കൊന്നൊടുക്കപ്പെടുന്നവരിൽ ഏറ്റവും കൂടുതൽ. അതിൽ തന്നെ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമാണ് ഏറ്റവും കൂടുതൽ ഈ കുരുതിക്ക് ഇരയാകുന്നവർ എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പക്ഷേ ആക്രമണത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സമവായമോ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമോ ഇല്ല. പക്ഷേ ഇതൊരു മേഖലാ യുദ്ധവും അതിനേക്കാൾ ഉപരിയായിട്ട് ലോക സമാധാനത്തെ കെടുത്തുന്ന ഒരു സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ വലിയ സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസം എന്ന് പറയുമ്പോൾ ഈ ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിന്, അല്ലെങ്കിൽ സംഘർഷം നേരത്തെ തന്നെയുണ്ട്, പക്ഷെ അത് കൂടുതൽ തീവ്രമാകുന്നതിന്റെ ലക്ഷണങ്ങൾ കൂടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് അടക്കം മറ്റ് രാജ്യങ്ങളെ കൂടി, പ്രത്യേകിച്ച് ചൈന അടക്കമുള്ള രാജ്യങ്ങളെ കൂടി അവിടേക്ക് കപ്പലുകളെ അയച്ചുകൊണ്ട് ഇറാനെ നേരിട്ടുകൊണ്ട് മറ്റ് എണ്ണക്കപ്പലുകൾ കടത്തിവിടാൻ വഴിയൊരുക്കണമെന്നുള്ളൊരു ആവശ്യം അത് അന്താരാഷ്ട്ര തലത്തിൽ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പലതരത്തിൽ ഈ പാചകവാതക ക്ഷാമം അടക്കം ഉള്ളതുകൊണ്ട്, പണപ്പെരുപ്പം അടക്കം കൊണ്ട് ബുദ്ധിമുട്ടുന്ന രാഷ്ട്രങ്ങൾ എത്രത്തോളം ഇത് മുഖവിലേക്ക് എടുക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒരുപക്ഷെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ നീക്കങ്ങൾ ഉണ്ടാവുക. അതൊരു പുതിയ ഒരു നീക്കമായി അന്താരാഷ്ട്ര തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. ഏതെങ്കിലും രാജ്യങ്ങൾ ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനുള്ള സാധ്യത നിലവിലുണ്ടോ? ജിൽസി, നിരന്തരമായിട്ട് ഡൊണാൾഡ് ട്രംപ് ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജപ്പാൻ, ബ്രിട്ടൻ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളോടും, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോടും യുദ്ധക്കപ്പലുകൾ അയക്കണം. അതിലൂടെ സ്വതന്ത്രമായി തന്നെ അന്താരാഷ്ട്ര സഞ്ചാരം, ചരക്ക് കടത്ത് നടക്കേണ്ടതുണ്ട്. അത് ഇറാന്റെ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കരുത് എന്ന നിരന്തരമായിട്ടുള്ള ഒരു ആഹ്വാനം ട്രംപ് നടത്തുന്നുണ്ട്. പക്ഷേ തങ്ങൾ പോലും യുദ്ധക്കപ്പലുകൾ അയച്ചുകൊണ്ട് സുരക്ഷിതമായിട്ട് കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള അവസരം ഒരുക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതുവരെയും പ്രായോഗിക
പ്രായോഗികമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ US സെൻട്രൽ കമാൻഡിന് പോലും സാധിച്ചിട്ടില്ല. കാരണം അത്രയേറെ ശക്തമായിട്ടുള്ള ഒരു സൈനിക സാന്നിധ്യവും നിയന്ത്രണവും ഇറാൻ ആ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ, അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സഖ്യകക്ഷികളുടെയും ഒരു കപ്പലും അതിലൂടെ കടന്നു പോകാൻ അനുവദിക്കുകയില്ല. ആരെങ്കിലും വിലക്ക് ലംഘിച്ച് പോവുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഇന്നലെയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സുരക്ഷിതത്വം എന്നത് ഈ ഇത്രയും രാജ്യങ്ങൾ രംഗത്ത് വന്നുകൊണ്ട് അതിലൂടെ സ്വതന്ത്രമായിട്ട് കപ്പലുകൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു സാഹചര്യം അത്ര എളുപ്പമല്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിർണായകമായിട്ടുള്ള ഒരു സ്വാധീന കേന്ദ്രം കൂടിയാണ് ഈ ഹോർമുസ് കടലിടുക്ക്. അതുകൊണ്ട് അവിടെ വ്യാപകമായ തോതിൽ മൈനുകൾ പാകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായിട്ട് ഇറാൻ സേന മുന്നോട്ട് പോകുന്നതായ റിപ്പോർട്ടുകളുമുണ്ട്. വിവിധ രാജ്യങ്ങൾക്ക് ഓരോ കപ്പലുകൾക്കും പ്രത്യേകമായിട്ടുള്ള അനുമതി ആണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ അനുമതി നൽകാത്ത ഒരു കപ്പലുകളും ഇതിലൂടെ വിടില്ല എന്നൊരു നിലപാടിൽ തന്നെ ഇറാൻ ഉറച്ചു നിൽക്കുമ്പോൾ ഒരു തുറന്ന ഏറ്റുമുട്ടലും തുറന്ന സൈനിക സംഘർഷവും രൂപപ്പെടുത്തി ഇറാനെ അമർച്ച ചെയ്തുകൊണ്ട് അതിലൂടെ അമേരിക്കൻ താല്പര്യപ്രകാരം കപ്പലുകൾ കടന്നു പോവുക എന്നത് വളരെ വളരെ ദുഷ്കരമായിരിക്കും. പക്ഷേ ഏറ്റവും വലിയ തോതിലുള്ള രക്തം ചിന്തിക്കൊണ്ട് അത്തരമൊരു നീക്കവുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് അമേരിക്കൻ നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. 2500 മറീനുകൾ ജപ്പാനിൽ നിന്നും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അവരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മേഖലയിൽ പ്രത്യേകിച്ച് കാർഗോ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണം സ്ഥാപിക്കുക എന്നതാണ് ഇപ്പോൾ ട്രംപ് മുന്നിൽ കാണുന്ന ലക്ഷ്യം. പക്ഷേ പ്രയോഗതലത്തിൽ ഈ യുദ്ധത്തെ കൂടുതൽ വിനാശകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക്, തുറന്ന ഏറ്റുമുട്ടലിലേക്ക്, മേഖലയുടെ സുരക്ഷ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് യുദ്ധത്തെ മാറ്റാൻ ഇത്തരം ഇടപെടലുകൾ വഴിയൊരുക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരും സൈനിക വിദഗ്ധരും നൽകിക്കൊണ്ടിരിക്കുന്നത്. ജൽസി.